ഈ വേദിയെ സമ്പുഷ്ടമാക്കുന്ന അധികാരങ്ങളെ, ഈ സദസ്സിനെ ധന്യമാക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. തികച്ചും ഭൗതികവും സ്ത്രീ കേന്ദ്രീകൃതവുമാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം. അമ്മ എന്ന ആശയം മനുഷ്യന്റെ ഏറ്റവും പാവനമായ പല സങ്കല്പങ്ങൾക്കും അടിസ്ഥാനമാണ്. കോടതി മുറികളിൽ ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് മാതൃത്വം പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നത് കാണുമ്പോൾ അതൊരു അമ്മയുടെ പരാജയമാണോ അതോ സമൂഹത്തിന്റെ അപജയമാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. ഒരു ബയോളജിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന പ്രക്രിയയ്ക്ക് മാതൃത്വം എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പ്രസവം എന്ന പ്രക്രിയയ്ക്ക് ഡെലിവറി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഡെലിവറി എന്നാൽ ഗർഭമോചനം എന്നാണ് അർത്ഥമാക്കുന്നത്. ഗർഭപാത്രത്തിൽ വെച്ച് അമ്മയുടെ രക്തത്തിൽ നിന്ന് അവശ്യം വേണ്ടത് ഊറ്റിയെടുത്ത് ഓജസ്സോടെ പുറത്തു വരുന്ന ഒരു കുഞ്ഞിന് ആ ജീവനോടുള്ള മാതാവിന്റെ ഭാവത്തെയാണ് മാതൃത്വം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാതൃഭാഷ എന്ന് നമ്മൾ പറയുന്നത് മാതാവിന്റെ മടിയിലിരുന്ന് പഠിക്കുന്ന ഭാഷയാണ്. മാതാവിന്റെ നാവിൻ തുമ്പത്തു നിന്ന് പഠിക്കുന്ന ഭാഷയാണ്. പ്രസവിക്കുക മാത്രം കൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീ പൂർണ്ണമായും അമ്മയാകില്ല എന്നാണ് ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് എനിക്ക് പറയുവാനുള്ളത്. പകരം അമ്മയുടെ ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അമ്മയുടെ ഭാവത്തെ കൊണ്ട് തിരിച്ചറിയുമ്പോഴാണ് മാതൃത്വം ആ അമ്മയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്നാൽ കൂടെ ജീവിക്കുമ്പോൾ പോലും അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശേഷണം ആ മക്കൾക്ക് അമ്മയോട് തോന്നുന്നില്ല എങ്കിൽ, അത് അമ്മയുടെ കൂടെ കഴിയുമ്പോൾ പോലും തോന്നുന്നില്ല എങ്കിൽ അതൊരു അമ്മയുടെ പരാജയമല്ലേ? അത് തിരിച്ചറിയാൻ പറ്റാത്തവരും മക്കളെ വളർത്തുമ്പോഴല്ലേ അവരെ നമുക്ക് നഷ്ടമാകുന്നത്. തീർച്ചയായിട്ടും യുവതലമുറയെ കുറിച്ച് വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. മിക്സഡ് കോളേജുകളുടെ മുമ്പിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമുക്ക് വല്ലാതെ നാണം തോന്നിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ട് അതിൻ്റെ കലാലയങ്ങളുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പലപ്പോഴും അവരെ ഓരോരുത്തരും, അതായത് അവനവനെ കുറിച്ചൊരു ബോധമില്ലാത്തത്, ഒരു പെൺകുട്ടി, ഇന്ന് എൻ്റെ വിഷയത്തില് സ്ത്രീയും പെൺകുട്ടികളും മാത്രം ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തെ വളരെ ഭവനമായി കരുതാത്തപ്പോഴും, അവളിലെ സ്വത്വത്തെ തിരിച്ചറിയാതെ വരുമ്പോഴും, അവൾ എന്താണ് എന്ന തിരിച്ചറിവ് അവൾക്ക് ഇല്ലാതെ വരുമ്പോഴും, അവളുടെ മാതാവിന്റെ ഗർഗതകൾ തിരിച്ചറിയാതെ പോകുമ്പോഴും, അമ്മയുടെ വലുതും ചെറുതുമായ ദേഷ്യപ്പെടലുകളിൽ വളരെയേറെ സ്നേഹവും കരുതലുമുണ്ട് എന്ന് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാതെ പോകുമ്പോഴുമാണ് മക്കൾ നമുക്ക് നഷ്ടമാകുന്നത്. അവരെ സ്വാധീനിക്കത്തക്ക രീതിയിൽ ഒരു അമ്മ പെരുമാറിയേ പറ്റൂ. സ്വഭാവ ഗുണങ്ങൾ പറയാതെ പറയുവാൻ ഒരു അമ്മയ്ക്ക് സാധിക്കണം. മാതൃവാത്സല്യം എന്ന പോഷകം മക്കൾക്ക് അനുഭവയോഗ്യമാകണമെങ്കിൽ അതിൽ ത്യാഗത്തിന്റെയും നിസ്വാർത്ഥതയുടെയും മെമ്പൊടി ചേർന്നതായി മക്കൾക്ക് തോന്നണം. വാക്കുകൾക്ക് അതീതമായ ഒരു വികാരം അമ്മയിൽ നിന്ന് പുറത്തു വരണം. വഴിതെറ്റി പോകാതിരിക്കാൻ, തന്റെ വഴി തെറ്റുമ്പോൾ അമ്മയുടെ മുഖം മുമ്പിൽ വരത്തക്ക രീതിയിലുള്ള ഒരു ഇഴചേർന്ന അടുപ്പം ഒരു അമ്മയും മക്കളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരു അമ്മയുടെ ഉത്തരവാദിത്വങ്ങൾ ഇന്നത്തെ അമ്മമാർ നിറവേറ്റുന്നുണ്ടോ എന്ന് ഒരു വിചിന്തനം നടത്താൻ, അവനവനിലേക്കൊക്കെ തിരിഞ്ഞു നോക്കുവാനാണ് ഇതുപോലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതും. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഗുരുക്കന്മാരുടെ ഒരു കത്തിച്ചു വെച്ച നിലവിളക്ക് ഇന്നും പ്രോജ്വലിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ട് ഈ സമ്മേളനം മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ ഒരു നൈരന്തര്യം, അതിന്റെ ഒരു തുടർച്ച, അതിന്റെ ഗരിമ, നമ്മൾക്ക് നമ്മുടെ സംസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്.
നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള നാടാണ് ഭാരതം. ആ പഴയ കാലത്തെ കുറിച്ചൊന്നും ഓർക്കാതെ, അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ ഇന്നത്തെ കാലത്തിലേക്ക് വരുന്നത് ശരിയല്ലാത്തത് കൊണ്ട് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും അതിലെ ചരിത്ര വനിതകൾ നമുക്ക് പ്രായോഗിക ജീവിത ദർശനങ്ങളുടെ വിത്തുകൾ പാകിക്കൊണ്ട് കടന്നുപോയത് ഓർത്തുകൊണ്ട് ജീവിതത്തിന്റെ പലപ്പോഴും നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉള്ള ചരിത്ര വനിതകൾ അവരുടെ ജീവിതത്തിലെ സങ്കീർണതകളിൽ നിന്നുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള സംസാരങ്ങള് എല്ലാം തന്നെ വൈകാരിക സംഘർഷങ്ങൾ അനുഭവിച്ച സമയത്ത് അവർ നടത്തിയിട്ടുള്ള പ്രസ്താവങ്ങളാണ്. നമ്മുടെ യുഗങ്ങളെടുത്താൽ 4 യുഗങ്ങളുണ്ട്, എല്ലാവർക്കും അറിയാം. അതിൽ ത്രേതായുഗത്തിലെ എത്രയോ വനിതാ രത്നങ്ങൾ നമ്മൾക്ക് അങ്ങനെ ആകരുത് എന്നും അങ്ങനെ ആകണമെന്നും കാണിച്ചു തന്നിട്ടുണ്ട്. സീതാദേവി, ഭൂമിദേവിയുടെ മകളായ ഭൂമിദേവി എന്ന് തന്നെ നമ്മൾക്ക് പറയാവുന്ന സീതാദേവിയുടെ കരുത്താർന്ന ഉജ്ജ്വലമായ എല്ലാ തരത്തിലും ഒരു മാതൃകാ സ്ത്രീയായി നമ്മുടെ മുമ്പിൽ വിളങ്ങുന്നത്, ഞാൻ പറയുന്നു, നമ്മുടെ അമ്മമാരെ ഇതുപോലുള്ള സമ്മേളനങ്ങളുടെ ഭാഗമാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പുരാണങ്ങളിലൂടെയും ഇതിഹാസങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങൾ വായിച്ചും മനസ്സിലാക്കിയും നമ്മൾ അടുത്ത തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുത്തേ പറ്റൂ. കഥാരൂപേണ സംസാരത്തിനിടയിലൊക്കെ ഇവരുടെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാലേ കുട്ടികൾ ആരാണ് സീത, ആരാണ് കൗസല്യ, ആരാണ് കൈകേയി, ആരാണ് നമ്മുടെ വീട്ടിലുള്ള മന്ധര എന്നൊക്കെ മനസ്സിലാക്കുകയുള്ളൂ. സീതാദേവി ശ്രീരാമചന്ദ്രനോട് 14 വർഷത്തേക്ക് വനവാസത്തിന് ശ്രീരാമചന്ദ്രനെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇനി രാജ്യം ആര് ഭരിക്കും എന്ന ഒരു ചോദ്യം അവിടെ ഉണ്ടായപ്പോൾ ധർമ്മശാസ്ത്രം എഴുതിയ വസിഷ്ഠൻ പറഞ്ഞത് വാൽമീകി രാമായണത്തിലൂടെ, പലതും എഴുത്തച്ഛന്റെ രാമായണത്തിലില്ലാത്ത പലതും വാൽമീകി രാമായണത്തിലുണ്ട്. വാൽമീകി രാമായണത്തിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വസിഷ്ഠൻ പറഞ്ഞത് സീത രാജ്യം ഭരിക്കട്ടെ എന്നാണ്. അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്. സീത രാജ്യം ഭരിക്കട്ടെ എന്ന് ഒരു ഗുരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ പറയണമെങ്കിൽ സീതയ്ക്ക് അതുപോലുള്ള ക്വാളിറ്റീസ് ഉണ്ടാവണം. സീത അതുപോലെ ധീരയായ ഒരു വനിതയായിരിക്കണം. എന്നാൽ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറയാനൊരു ഇട വന്നെങ്കിൽ പിന്നീട് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് വന്ന് പറഞ്ഞു, ദേവി, 14 വർഷത്തേക്ക് ഞാൻ കാട്ടിലേക്ക് പോവുകയാണ്. എന്റെ മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് ഈ കൊട്ടാരത്തിന്റെ ഭാഗമായിക്കൊണ്ട് നീ ഇവിടെ തുടരണം, മഹാരാജ്ഞിയായി നീ ഇവിടെ തുടരണം എന്ന് പറഞ്ഞപ്പോ സീതാദേവി അതിന് പറഞ്ഞ മറുപടി, ഞാൻ മുമ്പേ നടക്കും. ഇത് വാൽമീകി രാമായണത്തിന്റെ ഭാഗമാണ്. ഞാൻ മുമ്പേ നടക്കും, ഊർത്ത പുല്ലുകളെ വിധിച്ചുകൊണ്ട് മെത്തയാക്കി നിങ്ങൾ എന്റെ പുറകെ വരും എന്നാണ് പറഞ്ഞത്. കാരണം എന്റെ അച്ഛൻ എന്നെ വിവാഹം കഴിച്ചയക്കുമ്പോ നീ രാമന് നിഴലാവണം എന്നാണ് എന്നെ ഉപദേശിച്ചിരുന്നത്. നിഴലെപ്പോഴും മുമ്പേ പോവില്ലേ? അതുപോലെ ഞാൻ മുമ്പേ നടക്കും എന്ന് പറയാൻ കരുത്തുള്ള ഒരു സ്ത്രീയായിരുന്നു സീതാദേവി. ആ ദേവിയുടെ മാതൃക നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് കൗസല്യയുടെ ധീരമായ പ്രാർത്ഥന, കരുണാർദ്രമായ പ്രാർത്ഥന, സ്നേഹാർദ്രമായ പ്രാർത്ഥന, എത്ര അമ്മമാരും ഇരിക്കുന്നവര് കൗസല്യയുടെ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. ഇത് ഒന്ന് കൈകൊക്കാമോ? സൃഷ്ടികർത്താവേ വിരിഞ്ച പരമാസന പുഷ്ടജയാബ്ദേ പുരുഷോത്തമാഹരേ മൃത്യുഞ്ജയ മഹാദേവ ഗൗരീപദേ. എല്ലാവരെയും വിളിക്കുക. ഭദ്രാരി ഉമ്പായ ദീപാലകന്മാരെ, ദുർഗേ ഭഗവതി ദുഃഖ വിനാശിനി സർഗസ്ഥിതിലയ കാരിണീ ചണ്ഡികേ. എൻ മകനാശു എന്ന് പറയുന്നിടത്ത് നമുക്ക് പറയാം എൻ മക്കളാശു നടക്കുന്ന നേരവും കൽമഷം തീർന്നിരുന്നിടുന്ന നേരവും തന്മതികെടുത്തുറങ്ങിയിടുന്ന നേരവും സമ്മോദമാർന്ന് രക്ഷിച്ചിടും നിങ്ങൾ. ഇതിലും വലിയൊരു പ്രാർത്ഥനയുണ്ടോ ഒരു അമ്മ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ? ഉജ്ജ്വലമായ ഈ പ്രാർത്ഥന ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ അമ്മമാരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരെയും വിളിച്ചുകൊണ്ട്
അവരുടെ എല്ലാം കാരുണ്യത്തിനായി, അവരുടെ എല്ലാം അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കൗസല്യയെ പോലെ ഒരു അമ്മ. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരുന്നതും ഒരു അമ്മയുടെ വാക്കുകളാണ്. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആകരുത് എന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ കൈകേയിയും മന്ധരയും ഉണ്ട്. ഒരിക്കലും ഇങ്ങനെ ആകരുത് എന്ന് നമ്മളെ കാണിച്ചു തരുന്നത്. സ്വാർത്ഥത പാടില്ല. മക്കൾക്ക് വേണ്ടി കാണിക്കുന്ന സ്വാർത്ഥത, മക്കളുടെ മനസ്സ് മനസ്സിലാക്കാതെ, ഭരതന്റെ മനസ്സ് മനസ്സിലാക്കാതെയാണ് കൈകേയി ആ നികൃഷ്ടമായ ഒരു ആവശ്യം ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെട്ടത്. അപ്പോഴും നിങ്ങൾ ഓർക്കുക, ദശരഥ മഹാരാജാവിനോട് 14 വർഷത്തേക്ക് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കണമെന്ന് പറഞ്ഞപ്പോ ദശരഥ മഹാരാജാവ് കൈകേയിയെ സംബോധന ചെയ്തത് നിയമം അറിയുന്നവളെ എന്ന് വിളിച്ചുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? ആ യുഗത്തിൽ, ത്രേതായുഗത്തിൽ 14 വർഷത്തോളം മറ്റൊരാളുടെ സ്വത്തിൽ, മറ്റൊരാളുടെ വസ്തുവിൽ നിരാക്ഷേപമായി അവകാശ സ്ഥാപനത്തിനായി തുടർച്ചയായി 14 വർഷം തുടർന്നാൽ ആ വസ്തു ആ ആളുടേതായി മാറി. അത് കഴിഞ്ഞ് ദ്വാപരയുഗം വന്നപ്പോൾ 13 വർഷത്തേക്കാണ് പാണ്ഡവരെ വനവാസത്തിലേക്ക് അയച്ചത്. ആ കാലത്ത് 13 വർഷത്തോളം മറ്റൊരാളുടെ വസ്തുവിൽ നമ്മൾ നമ്മുടെ അവകാശം സ്ഥാപിച്ചുകൊണ്ട് നിരാക്ഷേപമായി തുടർച്ചയായി അവിടെ തുറന്നാൽ ആ വസ്തു അവരുടെ സ്വന്തമാണ്. ഈ കലിയുഗത്തിൽ ഇന്ത്യയിലെ, ഭാരതത്തിലെ നിയമം അനുസരിച്ച് 12 വർഷം മറ്റൊരാളുടെ വസ്തുവിൽ അതിക്രമിച്ച് കയറി അത് സ്വന്തം എന്ന രീതിയിൽ ജീവിച്ചാൽ നാളെ കോടതി അത് അവകാശ സ്ഥാപനം സ്ഥാപിച്ചു കൊടുക്കും. അപ്പോ നിയമം അറിയുന്നവളെ എന്ന് കൈകേയിയെ സംബോധന ചെയ്യണമെങ്കിൽ എത്ര ബുദ്ധിയോടുകൂടി, എത്ര യുക്തിയോടുകൂടിയാണ് ആ ഒരു തീരുമാനം എടുത്തത് കൈകേയി. ഇത് മാത്രമല്ല, കൈകേയി പറഞ്ഞു മലമുരി എടുത്തുകൊണ്ട് പോകണം ശ്രീരാമചന്ദ്രൻ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മലമുരി എടുത്തുകൊണ്ട് പോകണം എന്ന് പറയുന്നത് 14 വർഷത്തോളം ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നുവോ അത് ആ വ്യക്തിയുടെ സ്വഭാവത്തെ ഗണ്യമായി മാറ്റം വരുത്തും. ശ്രീരാമചന്ദ്രൻ സാധാരണ മനുഷ്യനാണെങ്കിൽ ആ 14 വർഷം കാട്ടിൽ പോയി മലമുരി എടുത്ത് ജീവിച്ചാൽ തിരിച്ചൊരു രാജാവാകാൻ സാധിക്കില്ല. അപ്പോ ആ ഒരു ബുദ്ധി അവിടെ പ്രയോഗിക്കുന്ന കൈകേയി നമുക്കൊരു മാതൃകയാണോ? അല്ല. ആ ഇതെല്ലാം കാണിച്ചു തരുന്ന നമ്മുടെ ഇതിഹാസങ്ങള്, ഇത് കൂടാതെ നമ്മുടെ ഇതിഹാസങ്ങളിലെ മഹാഭാരതത്തിലെ കുന്തി ദേവി നമുക്ക് ഏതെല്ലാം അവസരങ്ങളിൽ കുന്തി ദേവിയുടെ പ്രസ്താവങ്ങൾ ഏതൊരു അമ്മയ്ക്കും മാതൃകയായിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യരുത്, എന്ത് ചെയ്യരുത് എന്നും കുന്തിയുടെ അനുഭവം നമ്മളെ കാണിച്ചു തരുന്നു. വിവാഹത്തിന് മുമ്പ് ഗർഭവതിയായ കുന്തി ദേവി വിവാഹത്തിന് മുമ്പുള്ള പരപുരുഷനുമായുള്ള ബന്ധത്തെ ആ കാലം മുതൽ ഈ കാലം വരെയും അതിന് തെറ്റായി സമൂഹം അംഗീകരിക്കുന്നു. അത് തെറ്റാണെന്ന് വീണ്ടും വീണ്ടും പ്രസ്താവിക്കുന്നു. അങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ ഈ സ്ത്രീ അനുഭവിക്കുന്ന ഗദ്ഗതം എന്താണ് എന്ന് നമ്മളെ കാട്ടിത്തരുന്നു ആ ഇതിഹാസം. ഈ കഥകൾ വീട്ടിൽ ചർച്ച ചെയ്യണ്ടേ? ഈ കഥകൾ വീട്ടിൽ മക്കൾ കേൾക്കെ പറയട്ടെ? ഇത് നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കണ്ടേ? കുന്തിയെ എങ്ങനെയാണ് പാണ്ഡവരെ യുദ്ധത്തിനായി യുദ്ധവീര്യമുള്ള മക്കളാക്കാൻ വിതുലയുടെ കഥ പറഞ്ഞു കൊടുത്ത കുന്തി ദേവിയുടെ കഥ നമ്മുടെ മക്കൾ അറിയണ്ടേ? നമ്മുടെ അമ്മമാരറിയണ്ടേ? സഞ്ജയൻ എന്ന് പറയുന്ന സിന്ധു എന്ന രാജ്യത്തെ യുവരാജാവ് സഞ്ജയൻ യുദ്ധം ചെയ്യും, മടുത്ത് ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല, തോൽവി ഏറ്റുവാങ്ങാൻ തയ്യാറായിരിക്കുമ്പോൾ അമ്മയായ വിതുല പറയുന്ന വാക്കുകള് മുഹൂർത്തം ജ്വലിതം ശ്രേയോ നച്ച ധൂമായിതം ചിരം. ഒരു മുഹൂർത്ത നേരത്തേക്കാണെങ്കിലും നീ ജ്വലിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മ, മിടുക്കരാവാൻ പറഞ്ഞു കൊടുക്കുന്ന അമ്മ, എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനം നൽകുന്ന അമ്മ. അല്ലാതെ നീ ഉമിത്തി പോലെ എരിയരുത് എന്ന് പറയുമ്പോൾ അവിടെ ഇതൊക്കെയാണ് ആ കാലത്തെ മോട്ടിവേഷൻ. ഒരമ്മയുടെ ഭാഗത്തു നിന്ന്, ഒരു മാതാവിന്റെ ഭാഗത്തു നിന്ന് അമ്മയുടെ മോട്ടിവേഷൻ ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ കാലത്ത്. അപ്പൊ ഇതെല്ലാം ഇതുപോലുള്ള പുരാണ ഇതിഹാസങ്ങളിലൂടെ, അതിലെ കഥകളിലൂടെ, അതിലെ ചരിത്രത്തിലൂടെ നമ്മുടെ അമ്മമാർ കടന്നു പോയാലേ അടുത്ത തലമുറയ്ക്ക് നമുക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു തലത്തിലേക്ക് വരാം. ഒരു സ്ത്രീ,
അവള് വിവാഹിതയാകുമ്പോ, അവള് വിവാഹം എന്ന് പറയുന്ന ഒരു ഒരു കർമ്മത്തിലേക്ക് കടക്കുമ്പോ, ഇന്ന് വിവാഹ സൂക്തം ഉണ്ട്. ആ വിവാഹ സൂക്തത്തിൽ ഋഗ്വേദത്തിൽ ആലോചിക്കണം, വേദമാണ് ലിഖിതമായ ആദ്യ ഗ്രന്ഥം. ഏത് നൂറ്റാണ്ടിലാണ് വേദങ്ങൾ രചിക്കപ്പെട്ടത്? ആ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും. നമുക്ക് മാതൃകയാകേണ്ടതും നമ്മൾ നടക്കേണ്ട വഴികളും നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നിട്ടുള്ള ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം തന്നെ വേദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഋഗ്വേദത്തിലെ നോട്ട് ചെയ്തോളൂ. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ 85-ാമത്തെ സൂക്തത്തിൽ 28-ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, ഒരു ഭാര്യയെ, വിവാഹ സൂക്തമാണ് അത്, വിവാഹ സമയത്ത് ചൊല്ലുന്ന സൂക്തങ്ങളാണ്. അതിൽ പറയുന്നു, സ്വാർത്ഥതയും ദുരഭിമാനവുമാണ് ഭാര്യാഭർത്താക്കന്മാരെ അകറ്റുന്ന 2 കാര്യങ്ങൾ. അപ്പോ ഇന്നും ഒരു കുടുംബ കോടതിയിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് പറയാം, ഇന്നും ഇത് തന്നെ കാര്യം. അവിടെ വരുന്ന കേസുകളില് ഈ ദുരഭിമാനവും സ്വാർത്ഥതയും മാത്രമാണ് എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിഞ്ഞുകൂടായികയുമാണ് കുടുംബ കോടതിയിലേക്ക് സ്ത്രീകൾ വരട്ടെ ഗതികേടിലേക്ക് എത്തുന്നത്. തന്റേതല്ലാത്ത കാരണം കൊണ്ട് വരുന്നവരും ഉണ്ട് കേട്ടോ, എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ആ കാലത്ത് ഋഗ്വേദത്തിലും മന്ത്രത്തിലും ഇങ്ങനെ ചേർക്കണമെങ്കിൽ എത്ര എത്ര വലിയ ഒരു സന്ദേശമാണ് നമ്മളെ പോലുള്ളവർക്ക് തരുന്നത് ആ ഗ്രന്ഥം. ഇനി സൂര്യസാവിത്രിയുടെ വിവാഹത്തിന്റെ സമയത്ത് ഉള്ള ആ സൂക്തങ്ങളില് 44-ാമത്തെ മന്ത്രത്തില്, അതായത് ഇത് 10-ാം മണ്ഡലത്തിലെ 85-ാമത്തെ സൂത്രത്തിലെ 44-ാമത്തെ മന്ത്രം പറയുന്നത്, കോപം കൊണ്ട് നിന്റെ കണ്ണ് കലങ്ങരുത്. പല സ്ത്രീകളും പരാജയപ്പെട്ടു പോകുന്നത് ജീവിതത്തിൽ അവർക്ക് അവരുടെ കോപത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോകുന്നതാണ്. ഒരു മാതാവ് എന്ന നിലയ്ക്കോ ഒരു ഭാര്യ എന്ന നിലയ്ക്കോ തന്റെ കോപത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പലരെയും ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. അപ്പൊ ആ മന്ത്രത്തിൽ പറയുന്നതാണ്, കോപം കൊണ്ട് നിന്റെ കണ്ണ് കലങ്ങരുത്, സ്നേഹാർദ്ര ദൃഷ്ടിയാവണം നിനക്ക്, നിന്റെ നോട്ടം സൗമനസ്യ പ്രകാശമാകണം, പ്രാണികൾക്ക് മുഴുവൻ ഹിതകരിയാകണം. അതായത് വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന വീട്ടിലെ എല്ലാ പക്ഷിമൃഗാദികൾക്കും നീ ഹിതമുള്ളവളാകണം. അതുകൊണ്ടായിരിക്കാം നിത്യശ്രാദ്ധം കൂട്ടുന്ന ഒരു സംസ്കാരമുണ്ട് നമുക്ക് കേരളത്തിലുള്ളവർക്ക്. ദിവസേന വെക്കുന്ന ചോറിൽ ഒരു പിടി ചോറ് വടക്കേപ്പുറത്ത് കാക്കയ്ക്ക് കൊടുക്കുന്ന ഒരു സംസ്കാരം. മക്കള് ചോദിക്കട്ടെ, ഇതെന്തിനാ അമ്മ ഈ കാക്കയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കണമെന്നോ? കാരണവന്മാരെ സങ്കല്പിച്ചുകൊണ്ട് ആണ് ആ ഒരു പിടി ചോറ് വടക്കേപ്പുറത്ത് കാക്കയ്ക്ക് കൊടുക്കുന്നത്. ഈ നിത്യശ്രാദ്ധം കൂട്ടുന്ന സംസ്കാരം. കോലം, ബ്രാഹ്മിൻസിന്റെ ഇടയിൽ കോലം വരയ്ക്കും. ഈ കോലം വരയ്ക്കുന്നതും ഓണത്തിനും വിഷുവിനും മരിക്കൊടിയിൽ കൈമുട്ടി കൊണ്ട് അറപ്പുരവാതിലിൽ കൈ അമർത്തുന്നതും ഗൗളിയെ പോലെയും ഉറുമ്പിനെ പോലുള്ളവർക്കും ചെറുജീവികൾക്ക് ഭക്ഷണമാകാനാണ്. ഉറുമ്പിനെ ഊട്ടുന്ന സംസ്കാരം, ഗൗളിയെ ഊട്ടുന്ന സംസ്കാരം, ഇതെല്ലാമുള്ള ഒരു വലിയ സംസ്കാര സമ്പന്നരാണ് ഈ കേരളത്തിലെ സ്ത്രീകളെന്ന് അടുത്ത തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കണ്ടേ? ഒരു നല്ല അമ്മയാകുവാൻ, നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു അമ്മയാകുവാൻ, ഈ ആചാരങ്ങളുടെ പുറകിലുള്ള ശാസ്ത്രീയത എന്താണ് എന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ, അതുപോലെ തന്നെ ആ പ്രാർത്ഥനയുടെ ബാക്കി, ഉള്ളിൽ ശുദ്ധി ഉണ്ടെങ്കിലേ പുറത്ത് തേജസ് ഉണ്ടാകൂ. ആ മന്ത്രത്തിന്റെ മലയാള അർത്ഥമാണ് ഞാൻ പറയുന്നത്. മനുഷ്യർക്കും നാൽക്കാലികൾക്കും സുഖത്തിനും ശാന്തിക്കുമായി നീ ഭവിക്കട്ടെ. മനുഷ്യന് മാത്രമല്ല, നാൽക്കാലികൾക്കും, ആ വീട്ടിലെ പശു, ആട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാൽക്കാലികൾ ഉണ്ടെങ്കിൽ അവർക്കും നീ രക്ഷകയാകട്ടെ എന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഈ ഋഗ്വേദത്തിലെ ഈ ഏറ്റവും നമ്മളെ സ്പർശിക്കുന്ന ഒരു മന്ത്രമാണ് 46-ാമത് മന്ത്രം. ഈ മണ്ഡലത്തിൽ തന്നെ, 10-ാം മണ്ഡലത്തിൽ. അതിൽ പറയുന്നു, നീ സമ്രാജ്ഞിയായി വാഴണം. നീ നിന്റെ ഭർത്താവിന്റെ സമ്രാജ്ഞിയായി വാഴണം. ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് നീ സമ്രാജ്ഞിയായി വാഴണം. നീ നിന്റെ ഭർത്താവിന്റെ സഹോദരങ്ങൾക്ക് സമ്രാജ്ഞിയായി വാഴണം.
ആ സൂത്രത്തിലുള്ളതാണ്, വിവാഹ സൂത്രത്തിലുള്ളതാണ്. അതായത് രഞ്ജിപ്പിക്കുന്നവൾ, എല്ലാവരെയും ചേർത്ത് നിർത്തുന്നവളാകണം നീ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇങ്ങനെയെല്ലാം മന്ത്രമോദിക്കൊണ്ട് ഒരു വിവാഹത്തിലേക്ക് കടന്നു. പിന്നീട് അവളൊരു അമ്മയാകുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഒരു നല്ല അമ്മയാകുവാനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ മനുഷ്യത്വങ്ങളിൽ നല്ലൊരു കുഞ്ഞുണ്ടാകാൻ എന്ത് ചെയ്യണം, ബുദ്ധിയുള്ള കുട്ടി ഉണ്ടാവാൻ എന്ത് ചെയ്യണം, സൗന്ദര്യമുള്ള കുട്ടി ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ബൃഹദാരണ്യകോപനിഷത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു. അപ്പൊ അതിനൊരു ആദ്യം കുട്ടി ജനിക്കേണ്ടത് മനസ്സിലാണ്. അത് കഴിഞ്ഞാണ് ഈ ലോകത്തേക്ക് വരുന്ന കുട്ടി. അപ്പൊ അങ്ങനെ മനസ്സിൽ ജനിക്കുന്ന കുട്ടി, ആ കുട്ടി ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോ ആ കുട്ടി എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതിന് അവിടെയും നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും നമുക്ക് ആരെയൊക്കെ കാണിച്ചു തരുന്നു. നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞ പ്രഹ്ലാദന്റെ അമ്മ എന്താണോ കേട്ട് വളർന്നത്, എന്താണോ കേട്ട് ഗർഭാവസ്ഥ കഴിച്ചു കൂട്ടിയത്, അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയതയുടെ പര്യായമായി മാറിയ പ്രഹ്ലാദൻ, ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞ്, ഗർഭസ്ഥ ശിശു എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം മനസ്സിലാക്കുന്നു എന്ന് കാണിച്ചു തരാനാണ് അഭിമന്യു നമ്മുടെ മുമ്പിലുള്ളത്. ഇനി അഷ്ടാവക്രന്റെ കഥയുണ്ട്. അഷ്ടാവക്രൻ അച്ഛനെ ഗർഭത്തിൽ കിടക്കുമ്പോൾ അച്ഛനെ പുറത്തുനിന്ന് വേദം ചൊല്ലിയ അച്ഛനെ തിരുത്തിയ ആളാണ്. ഇങ്ങനെ ഇന്നിനെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഇന്നലകളാണ് എന്ന് ഓരോ അമ്മമാരും മനസ്സിലാക്കുക. നന്മയുടെയും തിന്മയുടെയും നേർക്ക് കുട്ടിയുടെ വാസനകൾ ഉളവാകുന്നുണ്ടെങ്കിൽ അത് ജനനത്തിന് മുമ്പുള്ള പ്രേരണയാണെന്ന് മനസ്സിലാക്കുക. ജനനത്തിൽ എന്തോ അതാണവൻ. വിദ്യാഭ്യാസമൊക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. അപ്പോ ഇങ്ങനെ നമ്മുടെ പൈതൃകങ്ങളെ മറക്കാതെ, നമ്മുടെ സംസ്കാരത്തെ മറക്കാതെ, ഇന്നത്തെ കാലത്തിന്റെ ആ ഗതിവിഗതികൾക്കനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോ മക്കൾക്ക് മാതൃകയാകുന്ന ഒരമ്മ, സൂര്യന് താഴെയുള്ള എല്ലാത്തിനെ പറ്റിയും അറിയാൻ ആഗ്രഹമുള്ള മക്കളെ വളർത്തുവാൻ ഒരു അമ്മയ്ക്ക് സാധിക്കണം. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ മക്കൾക്ക് അമ്മ പഠിപ്പിച്ചു കൊടുക്കണം. കുട്ടി എന്ന ഒരു മകളെന്നോ മകനെന്നോ നമ്മൾ പറയുന്ന ആ നമ്മുടെ മക്കൾക്ക് ഒരു ഇമോഷണൽ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഉണ്ടാവണം. അവിടെ ഡെപ്പോസിറ്റുകൾ ഉണ്ടാകണം. അതായത് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും ആ കുട്ടികളിൽ ഒരു ഡെപ്പോസിറ്റായി കിടക്കുമെന്ന് മനസ്സിലാക്കുക. വ്യക്തിബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകൾ കുട്ടികൾ മനസ്സിലാക്കണം. എവിടെയാണ് നോ പറയേണ്ടത് എന്ന് മക്കൾക്ക് ഒരു തിരിച്ചറിവ് അമ്മമാരുണ്ടാക്കി കൊടുക്കണം. അവർക്ക് നല്ല സ്പർശവും ചീത്ത സ്പർശവും തമ്മിലുള്ള വേർതിരിവ് പറഞ്ഞു കൊടുക്കണം. നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിവുള്ള മക്കളാക്കി വളർത്തണം. അവരെ സ്വയം അവരുടെ അവലോകനം നടത്താൻ, അമ്മമാരും അതിനോടൊപ്പം തന്നെ ഒരു അവലോകനം നടത്താൻ, ചിന്തിക്കാൻ ശേഷിയുള്ള, ഒരു വിമർശനാത്മകമായി ചിന്തിക്കാൻ കഴിവുള്ള മക്കൾ നമുക്കുണ്ടാകുന്നു. കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോ ഹനുമാൻ ഒരു മല അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു 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 ഭാഗം ഉണ്ട് രാമായണത്തിലെ. മരുന്ന് ലക്ഷ്മണസ്വാമി മോഹാലസ്യപ്പെട്ട് കിടന്നപ്പോ ഒരു മരുന്ന്, 3 മരുന്നുകളാണ് പറഞ്ഞു കൊടുത്തത്. മരുന്നുകൾ തേടി പോയ ഹനുമാൻ സ്വാമി അവിടെ ചെന്നപ്പോഴേക്കും ഇത് തിരിച്ചറിയാൻ പറ്റാതെ ആയിക്കൊണ്ടു. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഹനുമാൻ സ്വാമിക്ക് തന്റെ മുമ്പിൽ ഒരു പ്രശ്നം വളരെ വലുതും താൻ വളരെ ചെറുതുമായി. അപ്പൊ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ആ പ്രശ്നത്തെ ചെറുതാക്കിക്കൊണ്ട് ഹനുമാൻ സ്വാമി വളർന്നു. അതാണ് അതിന്റെ തത്വം. ആ പ്രശ്നത്തെ ചെറുതാക്കിക്കൊണ്ട് ആ മലയെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവനവൻ വലുതായി. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആത്മഹത്യ പ്രവണത കാണിക്കുന്ന കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. എന്തുകൊണ്ടാണ്? പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കെൽപ്പ് ആ കുട്ടികൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള കെൽപ്പുള്ള മക്കളാക്കി നമുക്ക് നമ്മുടെ മക്കളെ വളർത്താം. ഓരോ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശേഷിയുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ നമുക്ക് വളർത്താം. 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കണം എന്ന ചിന്ത കുട്ടികൾ വിട്ടുകൊടുക്കാം. അവരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, ഒരു 10 വർഷം കഴിയുമ്പോൾ നീ എവിടെയായിരിക്കും? ആ ഒരു ചിന്ത കുട്ടികളെ വളർത്തുമ്പോൾ അമ്മയുടെ മനോദാർഢ്യം അമ്മയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് മക്കൾ കണ്ടു വളരട്ടെ. അമ്മയോട് ഇടപെടുന്ന പുരുഷന്മാര് അമ്മയുടെ കരുത്ത് മനസ്സിലാക്കും വിധമുള്ള അമ്മയുടെ ശരീരഭാഷ മക്കൾ കണ്ടു വളരട്ടെ.
നിർഭയത്വമുള്ള അമ്മയെ കണ്ടു വളരുക. പ്രതികൂല സാഹചര്യങ്ങളും തടസ്സങ്ങളും അവസരങ്ങളാക്കി മാറ്റുമ്പോഴാണ് ഒരു സ്ത്രീ ജീവിത വിജയം നേടുന്നത്. സ്വത്ത് കൊണ്ടോ പണം കൊണ്ടോ പദവി കൊണ്ടോ ഒന്നുമല്ല ജീവിത വിജയം നേടുന്നത്. അവർക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഓരോ പ്രതിസന്ധികളും അവരെത്ര ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്നു. അതനുസരിച്ചിരിക്കും. വഴിവിട്ട പണം അച്ഛൻ വീട്ടിൽ കൊണ്ടുവരുമ്പോ അത് വേണ്ട എന്ന് പറയുന്ന ഒരു അമ്മയെ കണ്ടു വളരട്ടെ കുട്ടികൾ. കൈകൂലിയോ തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കുന്നതോ ഒരമ്മയ്ക്ക് ശക്തി മനസ്സിലാവും, ഒരു ഭാര്യയ്ക്ക് മനസ്സിലാവും ഭർത്താവ് വഴിതെറ്റി പോകുന്നു എന്ന്. ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കാത്ത, അതിന്റെ പങ്ക് പറ്റി ആർഭാടം കാണിച്ച് ജീവിക്കാത്ത അമ്മമാരെ മക്കൾ കണ്ടു വളരട്ടെ. അപ്പൊ പുരുഷൻ തന്നെ അവരുടെ ആ ഒരു രീതികളിൽ നിന്ന് മാറ്റം വരുത്തും. ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന വീട്ടിലുള്ളവരതാ അത് എൻജോയ് ചെയ്തില്ലെങ്കിൽ ആർക്ക് വേണം ഈ പൈസ, ആർക്ക് വേണം ഈ സ്വത്ത്, ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനൊരു സ്വത്ത് എന്ന് പറയുന്ന അമ്മയെ കണ്ട് വളരട്ടെ കുട്ടികൾ. പകരം അത് ആസ്വദിക്കുകയും അതിന്റെ മുഴുവനും സന്തോഷം പകർന്ന് ജീവിക്കുന്നതും കണ്ടു വളരുമ്പോഴാണ് അച്ഛനെ ജയിലിലായി അച്ഛൻ തിരിച്ചു വരുമ്പോ പോയി ആനയിച്ച് വിളിച്ചോണ്ട് വരുന്നത്. അതൊരു നാണക്കേടായിട്ട് വിചാരിക്കുന്ന അമ്മയാണെങ്കിൽ ഒരിക്കലും അടുത്ത തലമുറ നമുക്ക് നഷ്ടപ്പെടില്ല. അടുത്ത തലമുറ തെറ്റിലേക്ക് പോകില്ല. നമ്മൾ എന്താണോ പാടില്ലാത്തത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താതെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുന്ന അമ്മയാകട്ടെ ഓരോരുത്തരും. എനിക്ക് തോന്നുന്നു തുല്യതയെ കുറിച്ച് തെറ്റായ ചിന്തകള് വനിതകൾ പലപ്പോഴും വെച്ചു പുലർത്തുന്നു. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനം അർഹിക്കുന്ന സ്ത്രീയായി മാറും നിങ്ങള്. നിങ്ങളുടെ ലാവണ്യത്തെ നിങ്ങൾ തിരിച്ചറിയൂ. ബഹുമാനം അർഹിക്കുന്ന സ്ത്രീകളായി മാറുമ്പോൾ പുരുഷനേക്കാൾ ഉയർന്ന സ്ഥാനം സമൂഹം അവൾക്ക് കൊടുക്കും. തുല്യതയല്ല അവർക്ക് കിട്ടുന്നത്, തുല്യതയ്ക്ക് മുകളിലുള്ള ഒരു സ്ഥാനം അവൾക്ക് കിട്ടും. അത് ഓരോ സ്ത്രീയും മനസ്സിലാക്കിയാൽ, ജീവിത വിജയം നേടുന്ന ഓരോ സ്ത്രീയും ലക്ഷ്യബോധമുള്ളവരായിരിക്കും എന്ന് തിരിച്ചറിയുക. അല്ലാത്തവർക്ക് വെറും ആഗ്രഹങ്ങൾ മാത്രമാണ്. അമ്മ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന രീതി, ഇതൊക്കെ മക്കളെ സ്വാധീനിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ ശരീരഭാഷയും അമ്മയുടെ ചിന്തകളും അമ്മയുടെ ആഗ്രഹങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുക. ഇത് അവരുടെ പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ മാനസിക ആരോഗ്യത്തെ കുട്ടികളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. അവരുടെ നടപ്പിലും എടുപ്പിലും എല്ലാ തരത്തിലും ഒരു നിർഭയത്വം അമ്മമാർക്ക് ഉണ്ടാകുക. സാമൂഹ്യ പക്വതയും ലൈംഗിക പക്വതയും സാമ്പത്തിക പക്വതയുമുള്ള അമ്മമാരുടെ മക്കളായി അടുത്ത തലമുറ വളരുമ്പോൾ നല്ല ഒരു ജനസമൂഹം നമുക്കുണ്ടാകും. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു വേദിയിലേക്ക് ഇതിന്റെ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഒരു ദിവസത്തിന്റെ പകുതിയെങ്കിലും യുവാക്കൾക്ക് വേണ്ടി നമുക്ക് മാറ്റിവെച്ചൂടെ? യുവാക്കളുടെ പ്രഭാഷണങ്ങളും യുവാക്കളുടെ ഇൻവോൾവ്മെന്റും അതിൽ കൂടുതൽ വരുത്തിയാൽ ഈ ഒരു തലമുറ വളർന്നു വരണ്ടേ? ഒരു ദിവസം പകുതി നേരമെങ്കിലും യുവാക്കൾ ഇങ്ങനെ പണ്ടുണ്ടായിരുന്നു. അത് ഇനിയും കൊണ്ടുവരണം. നമ്മുടെ അമൃത ടിവിയിലൊക്കെ കാണാറില്ലേ നല്ല പ്രഭാഷണങ്ങൾ കാഴ്ചവെക്കുന്ന ആൺകുട്ടികളെ പെൺകുട്ടികളെ, അവരെല്ലാം നമുക്ക് ഈ ഇങ്ങനെയുള്ള വേദികളിൽ കൊണ്ടുവന്ന് പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ അത് മറ്റുള്ള കുട്ടികൾക്കൊരു പ്രോത്സാഹനമാകും. അവർക്ക് ഒരു ആത്മാഭിമാനമുള്ള കുഞ്ഞുങ്ങളായി പറയും, മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങളായി പറയും. അവർ വെറുതെ ജീവിച്ചാൽ പോരാ, അർത്ഥവത്തായി ജീവിക്കണമെന്നൊരു സന്ദേശം കുട്ടികളുടെ ഉള്ളിലുണ്ടാകും. അത് കുട്ടികൾക്കൊരു പ്രചോദനമാകും. അങ്ങനെയുള്ള സമ്മേളനങ്ങൾ ആ രീതിയിലേക്ക് ചലിച്ചാൽ, ഓരോ അമ്മയും അതുല്യയായി പെരുമാറിയാൽ, ഓരോ അമ്മയുടെയും യുണീക്നെസ് കുട്ടികൾ മനസ്സിലാക്കിയാൽ, എല്ലാ ദിവസവും കുറേശ്ശെ നമ്മളുടെ തെറ്റുകൾ തിരുത്തി മുമ്പോട്ട് പോയാൽ, നമ്മളുടെ കഴിവുകളെ നമ്മളൊന്ന് പ്രോജ്വലിപ്പിച്ചു കൊണ്ടുപോയാൽ, നമ്മുടെ കഴിവുകളെ മെച്ചപ്പെടുത്തി കൊണ്ടുപോയാൽ, കുറ്റങ്ങളെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ ഒരു മനസ്സുണ്ടായാൽ, കുറവുകളെ അംഗീകരിക്കാൻ ഒരു മനസ്സുണ്ടായാൽ, അതുല്യയാകാൻ ഓരോ അമ്മയ്ക്കും സാധിക്കും. ഓരോ അമ്മയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയായി പെരുമാറിയാൽ, ലളിതാ സഹസ്രനാമത്തിലെ ഓരോ വാക്കുകളും, ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ ചൊല്ലുന്ന ഓരോന്നും നിർമ്മദാമദനാശിനി, നിശ്ചിന്താതിരഹങ്കാരി, നിർമോഹ മോഹനാശിനി, ഇങ്ങനെ അതിലെ ഓരോ വാക്കും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിൽ ആ ക്വാളിറ്റീസിനെ നമ്മൾ ഇംബൈബ് ചെയ്ത് ആ ക്വാളിറ്റീസ് നമ്മളിലേക്ക് സ്വാംശീകരിച്ചെടുക്കുമ്പോഴാണ്
ലളിതാ പരമേശ്വരിയുടെ ഒരു തലത്തിലേക്ക് ഉയരാനാണ് ഇതുപോലുള്ള സഹസ്രനാമങ്ങള്. ആ സഹസ്രനാമം ചെല്ലുമ്പോൾ നമ്മൾ അത് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അതിലെ ഓരോ വരികളും നമ്മളിലേക്ക് സ്വാംശീകരിച്ചുകൊണ്ട് നമ്മളിലെ ആത്മീയതയെ ഉണർത്തിക്കൊണ്ട് നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് ഇതുപോലുള്ള സന്ദേശങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ ശക്തികളെയും പുറത്തു കൊണ്ടുവന്ന് ആത്മീയമായി കൂടി മക്കളെ ഒരു ഉന്നത നിലവാരം പുലർത്തുന്നവരാക്കി വളർത്തുവാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പരമ്പര യിൽപ്പെട്ട എല്ലാവരുടെയും പാതാരവിന്ദങ്ങൾ പ്രണമിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ സംഘാടകർക്ക്, പ്രത്യേകിച്ച് രാജഗോപാൽ സാറിനെ പോലുള്ളവർക്ക്, എല്ലാവർക്കും, ഇതിന്റെ സംഘാടകർക്ക്, സരള ചേച്ചിക്ക്, ഇതിന്റെ പ്രോമിനന്റ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ട്, എല്ലാവർക്കുമുള്ള എന്റെ നന്ദിയും കടപ്പാടും ഞാൻ എന്റെ മനസ്സിൽ നിന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.